ഹലോ ഗൈസ്. ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തെ ട്രേഡ് ഞാൻ 3 മണിയായപ്പോൾ എക്സിറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു 900 റുപ്പീസ് അടുപ്പിച്ച് ഒരു ലോസ് ആയിരുന്നു ഇന്നലെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ഞാൻ എടുത്തിരുന്ന ട്രേഡ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് താഴെ പോകും എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ഇന്നലെ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ട് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇവിടെ എടുക്കാമായിരുന്നു. പക്ഷേ എനിക്കൊരു എന്തോ ഒരു മൊമെൻ്റ് എങ്ങോട്ട് പോകുന്നെന്ന് എനിക്കൊരു വലിയ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആദ്യമേ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു റിക്കവറി കാണിച്ചു. അപ്പോൾ ഇനിയും തിരിച്ച് നല്ല റിക്കവറി കാണിക്കുമോ അതോ ഇതൊരു ട്രാപ്പാണോ, രണ്ടും ഡൗട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ട്രാപ്പാണെന്ന് മനസ്സിലായി. എനിക്ക് ഇന്ന് അത്യാവശ്യം നെഗറ്റീവിലോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അവിടെ നല്ലൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേ ബി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് ശ്രമിക്കാം, എന്നിട്ടായിരിക്കും തിരിച്ച് നല്ലൊരു റിക്കവറി കാണിക്കുന്നത് എന്ന് തോന്നുന്നു. അറിയത്തില്ല. എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഡയറക്ഷൻ നോക്കി ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാമെന്നാണ് ഞാനും കരുതുന്നത്. ഇതുവരെ എനിക്കങ്ങനെ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു ട്രേഡ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു ലോ പ്രോബബിലിറ്റി ട്രേഡാണ്. ഞാൻ എടുത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് അത്യാവശ്യം റിക്കവർ ആവും എന്നെനിക്ക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വന്നു. അപ്പോൾ എന്തായാലും കണ്ടിട്ട് അങ്ങനെ ആവുന്നത് തോന്നില്ല. എന്തായാലും നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്ന 1000 റുപ്പീസാണ്. ടാർഗറ്റ് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലെവൽ വരെ ആണെങ്കിലും മാർക്കറ്റ് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും S2 ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടേ ഞാൻ എക്സിറ്റ് ചെയ്യത്തുള്ളൂ ട്രേഡിൽ നിന്ന്. എന്തായാലും നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. എന്താണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മാർക്കറ്റ് നല്ല അത്യാവശ്യം തിരിച്ച് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലെവലിലെങ്കിലും അറ്റ്ലീസ്റ്റ് വന്നിട്ടേ അത് മാർക്കറ്റ് താഴെ പോകൂ എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നോക്കാം. ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിലും ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ എക്സിറ്റായി. ഏകദേശം ഞാൻ എക്സിറ്റ് ആവാനുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. ഏകദേശം ഒരു 1800 റുപ്പീസാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് ഈ ഒരു ലെവൽ S1 ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കറക്റ്റായിട്ടൊരു ഇതെടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം സ്ട്രോങ് സെല്ലിംഗ് സോൺ തന്നെയാണ്. ആ ഒരു ഏരിയ ടച്ച് ചെയ്ത ഉടനെയാണ് അവിടെ ചെറിയൊരു റിവേഴ്സൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഹോൾഡ് ചെയ്തില്ല. അപ്പോൾ തന്നെ ഞാൻ എക്സിറ്റായി. ഇതൊന്ന് പെട്ടെന്ന് ബ്രേക്ക് ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഹോൾഡ് ചെയ്തേനെ. പക്ഷേ ആ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് നല്ലൊരു ഫുൾ ബാക്ക് ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് നല്ല രീതിയിലൊരു സെല്ലിങ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം വേണമായിരുന്നെങ്കിൽ എനിക്ക് റിവേഴ്സൽ പൊസിഷൻ എടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും വേറെ ട്രേഡ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അത്യാവശ്യം ഒരു 1800 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇന്നത്തെ ദിവസത്തേക്ക് വേറെ ട്രേഡൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ പോകണം, സമയമില്ല. ഇതിൽ ചെറിയൊരു ട്രേഡ് ഞാൻ കൺസിഡർ ചെയ്തു, അത് കിട്ടുകയും ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഒരു ലെവലിൽ വരികയാണെങ്കിൽ ട്രേഡ് കൺസിഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു പുൾ ബാക്ക് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ ഒരു ട്രേഡ് എടുത്തതായിരുന്നു. ചെറിയൊരു റിസ്കി ട്രേഡായിരുന്നു. ഇവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് റിവേഴ്സലൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ചെറിയൊരു ട്രേഡ് കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രേഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറെ ട്രേഡൊന്നും ഇല്ല. ഇനിയിപ്പോൾ വോട്ട് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് എന്തായാലും വരുമ്പോൾ 3 മണി കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.